ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം. Divine voice, divine voice, divine voice. Hallelujah, hallelujah, hallelujah. ഹല്ലേലൂയ ഓശാന സ്തോത്ര ഗീതിയാൽ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം. Divine voice, divine voice, divine voice. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് TV നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഡിവൈൻ വോയിസ് എന്ന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് ഈ വചനശ്രവണത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഹൃദയത്തിലാണ് വചനം വിതയ്ക്കപ്പെടുക, ഹൃദയത്തിലാണ് വചനം വളരുക, ഹൃദയത്തിൽ തന്നെയാണ് വചനം ഫലം പുറപ്പെടുവിക്കുക. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മുടെ ആത്മാവിന് ആഹാരമായി തീരാൻ, അതിൽ നിന്ന് നമുക്ക് ആത്മീയ ഫലങ്ങൾ നേടിയെടുക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി ഈ സമയം പ്രാർത്ഥിക്കാം. കാരണം വചനത്തിനും ജീവിതം സമർപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. അമ്മയെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, ഈ വചനം ശ്രമിക്കുന്ന എല്ലാവരുടെയും ജീവിതങ്ങൾക്ക് കൂടുതൽ കൃപ ലഭിക്കുന്നതിന് വേണ്ടി, നന്മ നിറയാൻ വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന വേദിയിലേക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, ദനഹാകാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു സുവിശേഷ ഭാഗം ഇതാണല്ലോ. അതായത് കാനായിലെ കല്യാണ വിരുന്ന്. ഒരുപാട് തവണ കേട്ട് മുനയൊടിഞ്ഞു പോയ വചനമാണോ ഇത്? അല്ല, അതിനൊരുപാട് ആഴമേറിയ അർത്ഥങ്ങളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മറിയത്തിൻ്റെ മാധ്യസ്ഥം എന്തുമാത്രം ശക്തമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ വചനഭാഗം ശ്രവിക്കുമ്പോഴാണ്. കർത്താവിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ അമ്മയ്ക്ക് കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഈ കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ചുള്ള വചനഭാഗം ശ്രദ്ധിക്കുമ്പോഴാണ്. നമുക്ക് ഈ അമ്മയെക്കുറിച്ചും ഈ അത്ഭുത സംഭവത്തെക്കുറിച്ചുമൊക്കെ ഒന്ന് കേട്ടു നോക്കാം. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി കാത് ഒരുക്കി ഇരിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശ്രീ KP അപ്പൻ എന്ന് പറയുന്ന അദ്ദേഹം മരിച്ചുപോയി 7 വർഷം മുമ്പ്. ബിഷപ്പ് മൂർ കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായൊരു പുസ്തകം ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്നാണ്. കാർത്തികേയൻ അപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന, നമ്മൾ പറയും ജനനത്താൽ ഹിന്ദുവായിരുന്ന അദ്ദേഹം യേശുക്രിസ്തുവിനെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ആഴമേറിയ പഠനങ്ങൾ നടത്തിയ ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട് സാഹിത്യ വിമർശനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എന്തുമാത്രം ഒരു വ്യക്തിയെ, അതും ക്രൈസ്തവമായ ഒരു പശ്ചാത്തലത്തിൽ ജനിക്കാത്തൊരു വ്യക്തിയെ വചനം സ്വാധീനിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയും. വചനമാകുന്ന കൂടാരത്തിൽ എത്ര നാൾ ഞാൻ തപസ്സിരുന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അദ്ദേഹം ചോദിക്കുക. നോക്കണം, നമ്മളൊക്കെ ദൈവവചനത്തെ കേട്ടും ഒക്കെ നമുക്കതിനകത്തിപ്പം വലിയ പുതുമയൊന്നും തോന്നാത്ത ഒരവസ്ഥയിൽ വചനം നമ്മൾ ഫലം പുറപ്പെടുവിക്കാതെ പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇങ്ങനെയുള്ള ചില വ്യക്തികളൊക്കെ ഉണ്ട്. അവരിലൂടെയൊക്കെയാണ് നമുക്ക് കൂടുതൽ വെളിച്ചം കിട്ടുക. അദ്ദേഹം ഒരിക്കൽ മാതാവിനെക്കുറിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, എനിക്കൊന്നൊരു 25 വർഷം മുമ്പായിരിക്കും അത്, ഒരു ലേഖനം എഴുതി, ദൈവത്തെ പ്രസവിച്ചവൾ എന്നും പറഞ്ഞു. അദ്ദേഹം പലപ്പോഴും ഈസ്റ്ററിനും ക്രിസ്മസിനുമൊക്കെ ഇങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ ഈശോയെക്കുറിച്ചും മറിയത്തെക്കുറിച്ചൊക്കെ എഴുതും. മിക്കവാറും എല്ലാ ഈസ്റ്ററിനും കർത്താവിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതാതെ വിടില്ല അദ്ദേഹം.
അപ്പോൾ അതൊക്കെ വളരെ ആർത്തിയോടെയൊക്കെ നമ്മളൊക്കെ വായിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താ, ഈശോ അനുഭവം എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദൈവത്തെ പ്രസവിച്ചവൾ എന്നും പറഞ്ഞ് മാതാവിനെ ഉയർത്തി വെച്ചൊരു ലേഖനം എഴുതിയപ്പോഴും നമ്മുടെ നാട്ടിലെ പെന്തിക്കോസ് സഹോദരങ്ങൾ അതിനെതിരായിട്ട് ശബ്ദമുയർത്തി കോലാഹലമുണ്ടാക്കി. അത് അദ്ദേഹത്തിന് ചെവിയിൽപ്പെട്ടു. അദ്ദേഹത്തിന് ആരെങ്കിലും നേരിട്ടും പറഞ്ഞു കാണുമായിരിക്കും. ഉടനെ അദ്ദേഹം മെരിയോളജി, മാതാവിനെക്കുറിച്ചുള്ള മരിയ ശാസ്ത്രം മുഴുവൻ പഠിച്ചു. എന്നിട്ട് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് മധുരം നിൻ്റെ ജീവിതം. മാതാവിനെക്കുറിച്ച് ഒരു ക്രൈസ്തവമായ കാഴ്ചപ്പാട് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, മാതാവിന് മഹത്വം അറിയുന്നത് ഈ പുസ്തകമൊക്കെ വായിക്കുമ്പോഴാണ്. എവിടെയെങ്കിലും പഴയ ലൈബ്രറിയിൽ ഒക്കെ ആ പുസ്തകം നിങ്ങളൊക്കെ എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. നമുക്ക് പല പുത്തൻ അറിവുകളും ഒക്കെ ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ മറിയത്തിൻ്റെ ഇൻ്റർസെഷൻ, മാധ്യസ്ഥൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അനുഭവം നമ്മൾ കണ്ടെത്തുകയാണ്. മറിയമെന്ന് പറയുന്നത് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. എന്തെല്ലാം വിശേഷങ്ങളാണ് നമുക്ക് മറിയത്തെക്കുറിച്ച് പറയാൻ സാധിക്കുക. കൃപ നിറഞ്ഞവളാണ് പറയും. സ്വർഗത്തിൽ നിന്ന് മാലാഹ കൊണ്ടുവന്നിട്ട് ഇട്ടൊരു പേരാ കൃപ നിറഞ്ഞവളെ എന്ന്. അതുപോലെ തന്നെ നമ്മൾ മറിയത്തെക്കുറിച്ച് കാണും, വിശ്വസിച്ചവളാണ് അവൾ, ഭാഗ്യവതിയാണ്. പലപ്പോഴും വിശ്വസിക്കാതിരിക്കാനല്ലേ പ്രിയപ്പെട്ടവരെ സാധ്യതകൾ കൂടുതൽ. പലതിനെക്കുറിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് സംശയം ഉളവാക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ഇളകത്തക്ക വിധത്തിലുള്ള ചില പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ വിശ്വസിക്കുന്നതിനേക്കാൾ വിശ്വസിക്കാതിരിക്കാനൊരു പ്രലോഭനം നിങ്ങൾക്കും എനിക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇവിടെ നമ്മുടെ വിശ്വാസം നമ്മൾ ഉറപ്പിക്കണം. മറിയം വിശ്വസിച്ചവളാണ്. തമ്പുരാൻ ഇതൊക്കെ നടത്തുമെന്ന് വിശ്വസിച്ചവളാണ് മറിയം. അവളതുകൊണ്ട് ഭാഗ്യവതിയായി. വീണ്ടും ജീവിതം മുഴുവൻ ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപാദങ്ങളിൽ സമർപ്പിച്ചവളാണ് പരിശുദ്ധ മറിയം. സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയിലാണ്. നമ്മൾ ഓർക്കണം. വീണ്ടും നമ്മൾ പറയും, കർത്താവിൻ്റെ അമ്മയെന്ന് വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. കർത്താവിൻ്റെ അമ്മയെന്ന് വിളിക്കപ്പെട്ട ഏക വ്യക്തി പരിശുദ്ധ അമ്മ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അമ്മയല്ലേ ഈശോ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ഇങ്ങനെയുള്ള കുറേ പശ്ചാത്തലങ്ങളെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവളും പ്രിയപ്പെട്ടവളും ബഹുമാനിയും പ്രിയങ്കരിയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ അമ്മയെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോഴേ കുറച്ച് സമയം ഓർക്കുക. മറിയത്തിൻ്റെ ഇൻ്റർസെഷൻ, ഇത്രയും ശക്തിയുള്ളൊരു വ്യക്തിക്ക് തമ്പുരാന് മുമ്പിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവർ നമുക്ക് വലിയ ആശ്വാസപ്രദമായ ഒരു കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഓർക്കാം, മറിയത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു പക്ഷേ പുറത്തുനിന്ന് മറ്റു പലരും മറിയത്തെ വെറുതെ ആക്രമിക്കുകയാണ്. എന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല, കത്തോലിക്ക വിശ്വാസം തെറ്റാണ് എന്നൊക്കെ ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് പോലും നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ, അയ്യോ അങ്ങനെയൊക്കെയാണോ? നമ്മൾ ഒരു പക്ഷേ അതിൽ വിശ്വസിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ പറഞ്ഞു, വിശ്വസിക്കാൻ എന്നതിനേക്കാൾ വിശ്വസിക്കാതിരിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ ഒപ്പവും കൂടെയും ഉണ്ടെന്നൊക്കെ പറഞ്ഞൊരു കാര്യം അതാ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് ഇത് വിഗ്രഹാരാധനയാണ്, മറിയത്തെ പള്ളിയിൽ ആരാധിക്കുന്നതൊക്കെ പറയുമ്പം, നിങ്ങളുടെ പള്ളിയിലൊക്കെ ഒരുപാട് വിഗ്രഹങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറിയം വിഗ്രഹമാണെന്ന് പറയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, മറിയം വിഗ്രഹമല്ല. എന്താ വിഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവർ. വിഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് പകരം വെക്കുന്നതാണ്. കത്തോലിക്കരായ നമുക്ക് എതിരായിട്ട് കൊണ്ടുവരുന്ന ഒരു ആരോപണം മറിയത്തെ നമ്മൾ ആരാധിക്കുന്നു എന്നാണ്. നമ്മൾ മറിയത്തെ ആരാധിക്കുന്നില്ല, നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, പ്രത്യേകമായ ഒരു വണക്കം മറിയത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. മറിയം ഒരു വിഗ്രഹമേ അല്ല, ദൈവത്തിന് പകരം വയ്ക്കപ്പെടുന്നതുമല്ല. മറിയമാ, ദൈവമാ. അപ്പോൾ ആരെങ്കിലും മറിയത്തെ ആരാധിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്കതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. മറിയത്തെയോ വിശുദ്ധരെയോ നമ്മൾ ഒരിക്കലും ആരാധിക്കുന്നില്ല, മറിച്ച് നമ്മൾ അവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നമ്മളെക്കാൾ ശ്രേഷ്ഠമായൊരു സ്ഥാനം സഭ കൊടുത്തിരിക്കുന്നത് കൊണ്ട് സഭയോട് ചേർന്ന് നമ്മൾ അവരെ വണങ്ങുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരിക്കലും മറിയം നമ്മുടെ മുമ്പിൽ ഒരു വിഗ്രഹമേ അല്ല നമ്മൾ ആദ്യം തിരിച്ചറിയുക. രണ്ടാമത് നമ്മൾ കാണുന്ന കാര്യം, മറിയത്തിന് പ്രത്യേകമായ ഒരു വണക്കം കൊടുക്കുന്നുണ്ട്. സഭയുടെ പഠനങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ തൂളിയ എന്നും ഹൈപ്പർ തൂളിയ എന്നൊക്കെ പദങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. എന്ന് പറയും ശ്രേഷ്ഠമായ കുറച്ചുകൂടെ ഉയർന്ന ഒരു ബഹുമതി പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നുണ്ട്. കാരണം അവൾ യേശുവിൻ്റെ അമ്മയാണ് എന്ന ഏക കാരണം കൊണ്ട്. കർത്താവിൻ്റെ അമ്മ, അതാണ് മറിയത്തിന് കൊടുക്കുന്ന ഒരു സംബോധന. അതുകൊണ്ട് മറിയത്തിന് കുറച്ചുകൂടി ഒരു ബഹുമാനവും ആദരവും പ്രിഫറൻസ് നമ്മൾ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാരുടെ രാജ്ഞി എന്നൊരു ഉത്തിനാചര്യം മറിയത്തെ വിളിക്കുക. വിശുദ്ധന്മാരുടെ രാജ്ഞിയാണ് അവൾ.
അപ്പോൾ ഈ മറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ തിരുവചനം നമുക്ക് ആദ്യം നൽകുന്ന ഒന്നാമതായി നൽകുന്ന കാര്യം ഈ കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ചുള്ള സംഭവമാണ്. യോഹന്നാൻ അപ്പസ്തോലൻ എഴുതി വെച്ചു, ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതമാകുന്നു ഇത്, അത് കണ്ട് ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു എന്ന്. ആദ്യത്തെ അത്ഭുതമെന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, സ്വാഭാവിക തരത്തിലൊരു കാര്യം നടന്നാൽ അതിന് അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണം, ഒരു രോഗത്തിന് ചികിത്സിക്കാൻ പോയി, ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം 2 മാസം ചികിത്സ രോഗം ഭേദമായി എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമില്ല. അതേസമയം രോഗബാധിതന് തമ്പുരാൻ്റെ മുമ്പിൽ പോയി കെട്ടുവീണ് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ അവന് രോഗമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അത്ഭുതമാണ്. ദൈവം തൊട്ടു, അത് അത്ഭുതമല്ലേ? അത് സ്വാഭാവികതയ്ക്ക് അപ്പുറം നിൽക്കുന്ന ഒന്നിനെയാണ് നമ്മൾ അത്ഭുതം എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ ഈ കാനായിലെ കല്യാണ വിരുന്നിലേക്ക് വരുമ്പോൾ ഇതാ നമ്മൾ കാണുക. അത്ഭുതത്തിന് മുമ്പിൽ നമുക്ക് വിശദീകരണങ്ങളൊന്നുമില്ല, ഉത്തരങ്ങളുമില്ല. വെറുതെ ആശ്ചര്യപ്പെടുക ചെയ്യാനേ ഉള്ളൂ. നമുക്ക് ഒരു ആശ്ചര്യം മതി നമുക്ക് അതിന് മുമ്പിൽ. അതിനു മുമ്പ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും കൂടി ആവട്ടെ. അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിന് ഇടപെടാൻ നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ കൊടുത്താൽ മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവത്തിനെ നമ്മൾ ഹൃദയം തുറന്ന് വിളിച്ചാൽ. ഇതൊരു സത്യമല്ലേ? എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്നതാണ്. ദൈവം തൊടുന്ന അനുഭവം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കാണും ഒരുപക്ഷെ അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ. ഇവിടെ നമ്മൾ കാണുന്നത് ലൂക്കാ സുവിശേഷത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ 37 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം ഇത് വിശ്വാസത്തിൻ്റെ മേഖലയിലായി അത്ഭുതങ്ങൾ നടക്കുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ശിഷ്യന്മാരൊരു പിശാചബാധിതനായ ബാലനെ സുഖപ്പെടുത്തുന്ന കാര്യം പ്രശ്നം വന്നപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ ശിഷ്യന്മാരുടെ അടുക്ക് കൊണ്ടുവന്നു. അവർക്ക് അതിനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, ഈ വിശ്വസിക്കാത്ത തലമുറ, നിങ്ങൾക്ക് എൻ്റെ വിശ്വാസമില്ലാത്ത, വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ശിഷ്യന്മാരെ പലതവണ തൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ പഠിപ്പിച്ചവനാണ് ക്രിസ്തു. നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് കണ്ണുമടച്ച് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റും. ദൈവം എനിക്കിത് ചെയ്തു തരുമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാൻ പറ്റും. എന്നിട്ട് പ്രാർത്ഥിക്കുക, ത്യാഗം ചെയ്യുക. ചുമ്മാ പ്രാർത്ഥിക്കല്ലേ, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ത്യാഗപ്രവൃത്തികൾക്കാണ് പ്രാർത്ഥനയെ വിലയിരുത്താക്കാൻ കഴിയുക. അതുകൊണ്ട് പ്രാർത്ഥനയോട് ത്യാഗം ചേർക്കണം. അപ്പോൾ പ്രാർത്ഥനകൾ കൂടുതൽ ഫലവത്താകും നമ്മൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ചുമ്മാ വെറുതെ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരാ. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ത്യാഗത്തോടെ ചെയ്യാൻ നമ്മളെ കൊണ്ടാവുക. അപ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ അത് കൂടി വിലപ്പെട്ടതാണെന്ന് നമ്മൾ ഓർക്കുകയാണ്. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ നടന്ന, കർത്താവിൻ്റെ ഇടപെടലുണ്ടായൊരു സംഭവമായി കാനായിലെ കല്യാണ വിരുന്ന് എന്ന് പറയുന്നത്. യോഹന്നാനെ നമ്മൾ പലപ്പോഴും വിശുദ്ധ കുർബാനയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കാറുണ്ട്. കാരണം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞത്, അതിൻ്റെ മുൻ അനുഭവങ്ങളെ വിവരിച്ച് തന്നത്, അതിനോട് ചേർന്ന അത്ഭുതങ്ങളൊക്കെ കുറിച്ച് വെച്ചതൊക്കെ അധികം യോഹന്നാനാണ്. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണാം 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 1000-ങ്ങൾക്ക് കൊടുത്ത് അത്ഭുതം പ്രവർത്തിച്ച കർത്താവിനെ. അത് വിശുദ്ധ കുർബാനയുടെ സൂചനയായിട്ട് അദ്ദേഹം കൊണ്ടുവരിക. പിന്നെ 6-ാമത്തെ അധ്യായം 23 വാക്യം നമ്മൾ വായിക്കും. പിന്നെ കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. നിങ്ങൾ ഈ നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടക്കല്ലേ, അനശ്വരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പങ്ങളുണ്ട്, അതും നിങ്ങൾ തേടണമെന്ന് പറഞ്ഞ് ജനത്തെ പ്രബോധിപ്പിക്കുന്ന യേശുവെ നമ്മൾ കാണും. പിന്നീട് നമ്മൾ 35 മുതൽ വാക്യങ്ങൾ വായിച്ച വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങളാണ് നമ്മൾ കണ്ടെത്തുക. 41 വരുമ്പോൾ ഞാനാണ് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം എന്നാണ് പറയുക. 53 വരെ നമ്മൾ വായിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ, എന്നിലും ഞാൻ അവനിലും വസിക്കും എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ കുർബാനയെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ഈശോയെ നമ്മൾ കണ്ടെത്തും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പഠനങ്ങളാണ് നമ്മൾ ഓർക്കുക. അങ്ങനെ വരുമ്പോൾ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ജനങ്ങൾക്ക് ഭക്ഷിക്കാനും പാനം ചെയ്യാനും യേശു കൊടുക്കുകയാണ്. ഇവിടെ വിശന്നു വരുന്ന ജനത്തിന് അവിടുന്ന് അപ്പം കൊടുത്തു. അതൊരു അത്ഭുതമാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ വീണ്ടും കണ്ടെത്തുക. വിശുദ്ധ കുർബാനയിലേക്ക് വിരച്ചുകൊണ്ടുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളൊന്നാണ് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന അപ്പം നാം തിരിച്ചറിയുക. ഇത് നമ്മൾ ഓർക്കണം, യോഹന്നാൻ മാത്രമേ വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ച് എഴുതാത്തൊരു അപ്പസ്തലനുണ്ട്. കാരണം അന്നത്തെ സഭയിൽ വിശുദ്ധ കുർബാനയും ആ സ്ഥാപന ഭാഗങ്ങളിലെല്ലാം ജനത്തിന് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം അത് എഴുതി വെച്ചില്ല. അതേസമയം മറ്റ് അപ്പസ്തലന്മാർ മത്തായി സുവിശേഷം 26, 26 മുതലുള്ള വാക്യങ്ങളിലും, മർക്കോസ് 14, 22 മുതലുള്ള വാക്യങ്ങളിലും, ലൂക്ക 22, 14 മുതലുള്ള വാക്യങ്ങളിലും, പിന്നെ 1 കൊരിന്ത്യർ 11, 20 മുതൽ വാക്യങ്ങളിലുമെല്ലാം വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൃത്യതയോടുകൂടി സഭയെ അത് രേഖപ്പെടുത്തി നമുക്ക് തരുന്നുണ്ട്. നമുക്കറിയാം
യേശു ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ചു, മുറിച്ചു, ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്നത് എൻ്റെ ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ് എന്ന്. നമ്മളെന്നും വിശുദ്ധ കുർബാനയിൽ ധ്യാനപൂർവ്വം ഭക്തിയോടെ കേൾക്കുന്ന ഒന്നാണ് ഈ കൂദാശാവചനങ്ങൾ. നമ്മുടെ വിശ്വാസം ആഴപ്പെടേണ്ട ഒന്നാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതും ഈ സന്ദർഭത്തിൽ തന്നെ. കാരണം ഒരു വലിയ അത്ഭുതമാണ് ഈ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് നടക്കുക. സ്ഥാപനവാക്യങ്ങളിലൂടെ നമ്മൾ അർപ്പിച്ച അപ്പവും മീഞ്ഞും ഈശോ തൻ്റെ ശരീരവും രക്തവുമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന വാക്ക് ആ സഭ അതിനു വേണ്ടി ഉപയോഗിക്കുക. വാഴ്ത്തുന്ന അപ്പം ഈശോയായി മാറുകയാണ്, ഈശോയുടെ ശരീരമായി മാറുകയാണ്. വാഴ്ത്തുന്ന വീഞ്ഞ് ഈശോയുടെ രക്തമായി മാറുക. ശരീരം അധികം രക്തം സമം വ്യക്തി. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും ഇത്. ശരീരം അധികം രക്തം സമം വ്യക്തി എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരമാകുന്നു, ഈശോയുടെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അത് ഈശോ തന്നെയാകുന്നു, ഈശോ എന്ന വ്യക്തിയാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴവിടെ നടക്കുന്നത് എന്താ? കുർബാനയുടെ മധ്യ നടക്കുന്നത് എന്താ? ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചാണ് സഭ അതിനെ വിശദീകരിക്കുക. സബ്സ്റ്റൻസ് ഈസ് ട്രാൻസ്ഫോംഡ്, അതാണ് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുക. നമ്മൾ അവിടെ കാണുന്നത്, മനസ്സിലാക്കുന്നത്, അപ്പത്തിൻ്റെ സാരാംശം, ദി സബ്സ്റ്റൻസ് ഓഫ് ദി ബ്രെഡ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ദി സബ്സ്റ്റൻസ് ഓഫ് ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പത്തിൻ്റെ സാരാംശം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സാരാംശമായി, സബ്സ്റ്റൻസായി, സത്തയായി മാറുക. സത്താഭേദം എന്നൊരു വാക്കുകൂടി സഭ ഉപയോഗിക്കുന്നുണ്ട്. ദി സബ്സ്റ്റൻസ് ഓഫ് ദി വൈൻ ബിക്കം ദി സബ്സ്റ്റൻസ് ഓഫ് ദി ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ സത്തയായി മാറുകയാണ് വീഞ്ഞ് രൂപാന്തരം. പക്ഷേ വിസിബിളി, ദൃശ്യമായ രീതിയിൽ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ അദൃശ്യമായ രീതിയിൽ യേശു തൻ്റെ ദൈവികമായ ശക്തി ഉപയോഗിച്ച് അവനെടുത്ത അപ്പത്തെ തൻ്റെ ശരീരമാക്കി, അവനെടുത്ത വീഞ്ഞിനെ വാഴ്ത്തി വീഞ്ഞ് തൻ്റെ രക്തമാക്കി മാറ്റുകയാണ്. ദി സബ്സ്റ്റൻസ് ഓഫ് ദി ബ്രെഡ് ബിക്കെയിം ദി സബ്സ്റ്റൻസ് ഓഫ് ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്. ദി സബ്സ്റ്റൻസ് ഓഫ് ദി വൈൻ ബിക്കെയിം ദി സബ്സ്റ്റൻസ് ഓഫ് ദി ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സത്താപരമായൊരു മാറ്റം സംഭവിച്ചു. ദൃശ്യമായിട്ടത് അപ്പവും വീഞ്ഞുമാണെങ്കിലും സത്താപരമായിട്ട് അത് യേശു തമ്പുരാൻ്റെ ശരീരവും രക്തമാണ്. ശരീരം അധികം രക്തം സമം വ്യക്തി എന്ന് മത്തായിയുടെ സുവിശേഷം 16-17 നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന ഈശോ തന്നെയാകുന്നു എന്ന വലിയ ബോധ്യം. നമുക്ക് ആദിമ സഭയിലുണ്ടായിരുന്ന ആ വിശ്വാസത്തെ മുറുകെ പിടിക്കാനാവട്ടെ. സഭ ഇന്നും അത് മുറുകെ പിടിക്കുക, യാതൊരു സംശയവും ഈ കാര്യം സഭ പ്രകടിപ്പിക്കുന്നില്ല, അത് ചോദ്യം ചെയ്യുന്നുമില്ല, വിശ്വസിക്കുകയാണ്. കർത്താവ് പറഞ്ഞതും കർത്താവ് ചെയ്തതുമാണ്. അപ്പോൾ വിശുദ്ധ കുർബാന ഇതിൽ വന്ന ഈ മാറ്റത്തെ സഭ വിളിക്കുന്ന വാക്കാണ് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ. നമുക്കിതിനെ നേരെ ഈ കാനായിലെ അത്ഭുതത്തോട് ചേർത്ത് വെച്ചാൽ വിശുദ്ധ കുർബാന നടക്കുന്നതിൻ്റെ ഒരു മുൻ പ്രവൃത്തി ഇവിടെ നമ്മൾ കണ്ടെത്തുകയാണ്. ഈശോ അവൻ വീഞ്ഞും വെള്ളം മുഴുവനെടുത്ത് ആശീർവദിച്ചില്ല. അവൻ ആ വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിന്ന് കാണും, എന്നിട്ട് അവൻ കരം നീട്ടി കാണും. തീർച്ചയായിട്ടും ഈ വലിയ പാത്രം എടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് എടുത്തില്ല. അവൻ അവിടെ പോയി നിന്നുകൊണ്ട് അവൻ്റെ ദൈവിക ശക്തി ഉപയോഗിച്ച് അവൻ ആ വെള്ളത്തെ ആശീർവദിച്ചിട്ടുണ്ടാകും. നമ്മളത് കൃത്യമായിട്ട് ബൈബിളിൽ കാണുന്നില്ലെങ്കിൽ അവൻ ചെയ്തിട്ടുണ്ടാകും. കാരണം യേശു ആശീർവദിക്കുന്ന എന്തിനും മാറ്റം വരും. നമ്മളെ കർത്താവ് ആശീർവദിച്ച് നമുക്കും മാറ്റം വരും. നമ്മളീ ആശീർവദിക്കും, നമ്മളെ ഒന്ന് വിട്ടുകൊടുത്ത് നോക്കിക്കേ. ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാപശക്തി നമ്മൾ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ഒരു സഹനം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ തമ്പുരാന് മുമ്പിലേക്ക് ഇതിനെയും നമ്മളെ എല്ലാത്തിനെയും സമർപ്പിച്ച് നോക്കിക്കേ. അപ്പോൾ കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ നമ്മളിൽ മാറ്റം വരും സഹോദരങ്ങളെ. ഇവിടെ കർത്താവ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന 6 കൽഭരണികളുടെ വെള്ളത്തെ അവൻ ആശീർവദിച്ച് കാണും. തീർച്ചയായിട്ടും അവൻ ആശീർവദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തു പറ്റി? ദി സബ്സ്റ്റൻസ് ഓഫ് ദി വാട്ടർ ബിക്കെയിം ദി സബ്സ്റ്റൻസ് ഓഫ് ദി വൈൻ. നമ്മൾ കൂദാശാവചനങ്ങളെക്കുറിച്ച് പറഞ്ഞ ആ കാര്യം തന്നെ ഇവിടെ സാർത്ഥകമാകുകയാണ്. വെള്ളത്തിൻ്റെ സബ്സ്റ്റൻസ് വീഞ്ഞിൻ്റെ സബ്സ്റ്റൻസായിട്ട് മാറി. അതുകൊണ്ടാണ് ആ വെള്ളം എന്തായി മാറിയത്? വീഞ്ഞായി മാറി. ട്രാൻസ്ഫർ ചെയ്തു, മാറ്റം സംഭവിച്ചു. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്കൊപ്പം നിൽക്കുന്ന വലിയ ഒരു അത്ഭുതം നമ്മളിവിടെ കാണുകയാണ്. മാറ്റത്തിൻ്റെ ഒരു വലിയ അത്ഭുതം. ആ അത്ഭുതം വിശുദ്ധ കുർബാന ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കൂദാശാവചനങ്ങൾ പോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടെ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഈ കാനായിലെ കല്യാണ വിരുന്നിനെ നമ്മൾ കാണേണ്ടതാണ്.
മാറ്റങ്ങളുടെ ഒരു വലിയ ആവശ്യകത കിടപ്പുണ്ട്. നമ്മുടെയൊക്കെ സബ്സ്റ്റൻസിനെ കർത്താവ് ആശീർവദിക്കട്ടെ. ബാഹ്യമായിട്ട് ഞാനോ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ആശീർവദിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ മാറ്റമുണ്ടാകും. ഞാൻ ഓർക്കും, വിവാഹം ആശീർവദിച്ചു എന്നല്ലേ പറയുക? ഇന്ന വൈദികനാണ് വിവാഹം ആശീർവദിച്ച ബുക്കിനകത്ത് അങ്ങനെ എഴുതി വെക്കുക, ആശീർവദിച്ച വൈദികൻ. ഈ ആശീർവാദത്തോടുകൂടി സഭയുടെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ 2 വ്യക്തികളെ ആശീർവദിക്കുമ്പോൾ തോമസും ആലീസും തന്നെയാണ്. പക്ഷേ ദൈവത്തിന് മുമ്പിലേക്ക് ആശീർവദിക്കപ്പെടാനായിട്ട് അവർ തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ, വിവാഹത്തിലൂടെ സമർപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ സത്തകളിൽ മാറ്റം വരിക. ഇനി തോമസ് കുട്ടി വെറും തോമസ് കുട്ടിയല്ല, അവൻ ഭർത്താവിൻ്റെ ഒരു സ്ഥാനത്തേക്ക് മാറ്റപ്പെടുകയാണ്. ആരീസ് വെറും ഒരു ആരീസല്ല, ഭാര്യയുടെ സബ്സ്റ്റൻസിലേക്ക് അവൾ മാറ്റപ്പെടുക. ഇങ്ങനെ നമ്മളിൽ എല്ലാവരിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കണം. ഏതിനു വേണ്ടി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവോ അതിൻ്റെ സബ്സ്റ്റൻസ് നമ്മിൽ ഉണ്ടാവുക. ഞാൻ എൻ്റെ പൗരോഹിത്യത്തിലൂടെ എന്നെ തന്നെ തമ്പുരാൻ സമർപ്പിച്ചപ്പോൾ കർത്താവിനെ അഭിഷേകം ചെയ്ത് ആശീർവദിച്ചു. പിന്നെ എന്നിലുള്ള സത്ത എന്ന് പറയുന്നത് പൗരോഹിത്യത്തിൻ്റെ സത്ത ആയിരിക്കണം, അതിൽ കുറവ് വന്നാൽ ശരിയാവില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതങ്ങളിൽ ഓരോരുത്തരിലും ഈ സത്താപരമായ മാറ്റം സംഭവിക്കേണ്ടതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈശോ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ ചെയ്തപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിനകത്ത് നമ്മളിൽ ഈ സത്താപരമായ മാറ്റം ഉണ്ടാകണം, നമ്മുടെ സത്ത ദൈവികമായ അവസ്ഥകളിലേക്കൊക്കെ മാറണമെന്നൊക്കെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം നിരന്തരമായ മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കണം. സ്റ്റഗ്നൻ്റ് ആയിട്ട് അത് നിൽക്കരുത്. വിശുദ്ധിയിൽ വളരണം, നന്മയിൽ വളരണം, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വളരണം. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൻ്റെ മേഖലകളിലേക്ക് നമ്മൾ എന്നും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കണം. അവിടെ ഒരു പൂർണ്ണത ഉണ്ടാകും. അങ്ങനെയാണ് ഈ പൂർണ്ണതയിലൊക്കെ നമ്മൾ എത്തിച്ചേരുക. ക്രിസ്തുവിന് തോത് അനുസരിച്ച് നമ്മൾ എന്നും മാറ്റപ്പെടണമെന്നൊക്കെ പൗലോസ് നമ്മോട് എഫേസസ് ലേഖനത്തിലെ 3:13 പറയുന്നൊരു കാര്യമാണ്. നമ്മളിന്നും മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ആളുകളാണ്. പരിശുദ്ധി അമ്മയ്ക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. അമ്മേ, എനിക്ക് ഈ ഒരു മാറ്റം തരണമേ എന്ന് നമ്മൾ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ അമ്മ ഈശോയോട് പറയും. അങ്ങനെ നമ്മളിൽ ആ മാറ്റമുണ്ടാകും. അങ്ങനെ പല കാര്യത്തിലും മാറ്റം വന്ന വ്യക്തികളായിട്ട് നമുക്ക് തീരാൻ സാധിക്കട്ടെ. അപ്പോൾ കാനായിലും നടന്നത് സ്വാഭാവികമായ പച്ചവെള്ളത്തെ കർത്താവ് തൻ്റെ ദൈവിക ശക്തി കൊണ്ട് വീഞ്ഞിൻ്റെ സബ്സ്റ്റൻസിലേക്ക് മാറ്റിയെങ്കിൽ നമ്മളെയൊക്കെ ഈ സ്വാഭാവികമായ മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് ദൈവികതയിലേക്ക് മാറ്റാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ. മാറ്റം വരാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക. എനിക്ക് മാറാൻ ഇഷ്ടമില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല, എനിക്ക് തീരുമാനം ഇങ്ങനെ തന്നെ കൊണ്ടുവെക്കാനാണ് ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മാതാവ് നമ്മോട് പറയും, മോളെ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുക. അപ്പം നിൻ്റെ ദൈവികതയുടെ ശക്തി നിറയും, നീ ഒരു പുതുവീഞ്ഞ പോലെ ആയിത്തീരും. അതുകൊണ്ട് തമ്പുരാനെ മാറാനുള്ളതും മാറ്റാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മിലും വലിയ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാനിടയാകട്ടെ. നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്ന പലതും മാറ്റത്തിന് വിധേയപ്പെടേണ്ടതാണ്. നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നിയെങ്കിൽ നമുക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളെയും മാറ്റണമേ എന്ന് പറയുമ്പോൾ അമ്മ ഈശോയുടെ പക്കൽ ഇത് സമർപ്പിച്ച് നമ്മളെയും വിശുദ്ധിയിലേക്ക്, കൂടുതൽ നന്മയിലേക്ക് ഒക്കെ മാറാൻ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. എന്നും അമ്മയെ കൂട്ടുപിടിച്ച് ജീവിക്കാനാവട്ടെ, എന്നും അമ്മയുടെ കൈകളിൽ ഉണരാനാവട്ടെ, എന്നും അമ്മയുടെ കൈ പിടിച്ചൊരു ദിവസത്തെ ജീവിതം മുഴുവൻ ജീവിക്കാനാകട്ടെ, എന്നും അമ്മയോട് ചേർന്ന് ഉറങ്ങാനാവട്ടെ. അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങൾക്ക് ബലമായി ഭവിക്കട്ടെ. നമുക്ക് അമ്മയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, നിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ഒരു കുടുംബത്തിൻ്റെ അപമാനം മുഴുവൻ മാറാൻ ഇടവന്നെങ്കിൽ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെങ്കിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിൻ്റെ മാധ്യസ്ഥ ശക്തിയുമായി കടന്നു വന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ മുൻകൂറായി മനസ്സിലാക്കി ഈശോയോട് അത് പറഞ്ഞ് ഞങ്ങളുടെ ജീവിതങ്ങളെയും കൂടുതൽ കൃപയുള്ളതാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.